ജീവന്റെ ജീവനായ നാട്ടുകാരെ, നിങ്ങൾക്ക് വേണ്ടിയാണ് മുത്തനഗർ മുന്നേറ്റ കഴകം നിലകൊള്ളുന്നത്. നിങ്ങളുടെ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം തന്നെ വഴിവെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിർത്തി അവന്റെ അധിക പ്രസംഗം. ചേരന്മാര് ചോളന്മാര് പാണ്ഡ്യരുടെ വീര്യമെന്ത് ശാരത്തേട്ടൻ അതുക്ക് മേലയാ. കൊള്ളടമനെ മൈക്കൊടുത്തിട്ട് സൈഡിലോട്ട് മാറിയില്ലേ. ഓ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് വന്ന് എല്ലാവരുടെ മുമ്പിൽ നിന്നിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എവിടെ ചെന്നാലും ഒരു മത്സ്യത്തൊഴിലാളി എന്ന പേരിൽ തന്നെയാണ് പോകാറുള്ളത്. എവിടെ ചെന്നാലും ആ വിലാസം ഞാൻ മറച്ചു വെക്കാറില്ല. മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുള്ള നന്മ, അവർക്ക് ജാതിയില്ല, അവർക്ക് മതമില്ല, അവർക്ക് ഭാഷയില്ല. ജാതി മത ഭാഷ വേർപാടുകൾ മാറ്റിവെച്ച് മത്സ്യത്തൊഴിലാളി എന്ന ഒറ്റ കുടക്കീഴിൽ ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ ഇടയിലുള്ള ഐക്യം ലോകത്തിൽ മറ്റാർക്കുമില്ല. ഒരു കാര്യത്തിൽ മാത്രമാണ് വിഷമമുള്ളത്, മത്സ്യത്തൊഴിലാളികളുടെ നിലവിളി എവിടെയും കേട്ടിട്ടില്ല, മത്സ്യത്തൊഴിലാളികളുടെ കരച്ചിൽ ആരും കേട്ടിട്ടില്ല. എന്നാൽ നമ്മുടെ ഇടയിലുള്ള സ്നേഹവും ഐക്യവുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ഈ ഐക്യം നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ മാതൃകയാകുന്നു എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിന്റെ കെട്ടുറപ്പിനും നാടിന്റെ ആകെ വികസനത്തിനും പ്രാധാന്യം അർഹിക്കുന്നു എന്ന കാര്യത്തിലും നമുക്ക് അഭിമാനമുണ്ട്. ഇത് മറ്റൊരു സമൂഹത്തിലല്ല, എൻ്റെ ഈ സമൂഹത്തിലാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അത്രയ്ക്ക് കരുത്തരാണ് നമ്മുടെ യുവജനങ്ങൾ. കൊടി പിടിക്കാനും പ്രതിഷേധിക്കാനും മാത്രം നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശോചനീയാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം, എൻ്റെ ഈ സമൂഹത്തിന് പുരോഗതി ഉണ്ടാകണം എന്ന ആഗ്രഹത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മുത്തച്ഛൻ ശിങ്കാരവേലന്റെ കൊച്ചുമകനായി ഇവിടെ ജനിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എൻ്റെ മുത്തച്ഛൻ ശിങ്കാരവേലൻ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർക്കും പിന്തള്ളപ്പെട്ടവർക്കും വേണ്ടി പോരാടിയ ഒരു വീര പോരാളിയാണ്. അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരായ നാം ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് നാം മനസ്സിലാക്കണം. ഇതിൽ വേദനാജനകമായ കാര്യം, ഒരുവൻ നീന്തലറിയാതെ മരിച്ചു പോകുന്നത് അവന്റെ വിധിയാണ്. നീന്തൽ അറിയുന്നവരും കടലിൽ മരിച്ചു വീഴുന്നുണ്ട്. 6 ദിവസങ്ങൾ കഴിഞ്ഞ് മൃതദേഹം പൊങ്ങി വരുന്നു, കരയിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കി കൊടുങ്കാറ്റിൽ അതാണ് സംഭവിച്ചത്. ലോകം മുഴുവൻ കാഴ്ചക്കാരായി ജനങ്ങളെ നോക്കി നിന്നു. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത്തരം വേദനാജനകമായ സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് നാം ജീവിച്ചു പോകുന്നതും. ജല്ലിക്കെട്ടിനുണ്ടാകുന്ന ജനക്കൂട്ടം പോലെ നമ്മുടെ സമൂഹത്തിനു വേണ്ടി ലോകം മുഴുവൻ എത്രയും പെട്ടെന്ന് ഒരു ജനക്കൂട്ടം ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. എന്താടാ അമർക്കള അജിത്തിനെ പോലെ കലിപ്പായി തിരിഞ്ഞിട്ട് ഇപ്പൊ ആസ അജിത്തിനെ പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടല്ലോ. പ്രേമത്തിലെങ്ങനെ വീണോ? ഏയ്, നമ്മുടെ പയ്യന് ലവ്വോ ഒരു ചാൻസും ഇല്ല. എന്താളിയാ നീ ആടാളിയാനെ കൃത്യം മനസ്സിലാക്കിയത്. ലവും തേങ്ങയൊന്നുമില്ല, അവൻ ധൈര്യമായിട്ട് നിൽക്കും. കൃത്യം മനസ്സിലാക്കിയവനെ ഏതോ പോകുന്നു. എടാ ഇതാ മിസ്സായ മിസ് തോന്നുന്നു. നോക്കിക്കേ, എന്ത് പറ്റിയതാ? വണ്ടി റിപ്പയർ ആയി. എടാ നോക്കടാ അവന് നിൽപ്പ്. എടാ അങ്ങനെയൊന്നും ഉണ്ടായില്ലടാ, സ്ത്രീ സമൂഹത്തെ സഹായിക്കുന്നതാ. സ്റ്റാർട്ട് ആവുന്നില്ല. അവൻ അങ്ങനെ അല്ലടാ, അവന്റെ എന്താ കട്ട വാങ്ങിക്കളഞ്ഞിട്ട് വല്ല പാല് വാങ്ങിക്കൊറാ. കുഴപ്പമൊന്നുമില്ല, അടുത്ത് വർക്ക്ഷോപ്പ് ഉണ്ട്, റെഡി ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾ ഓട്ടേ പൊക്കോളൂ. ഏയ് വാസോട്ടാ, ഇങ്ങ വന്നേ. വരുന്നു സാരത്തെ. നിങ്ങൾ കയറിക്കോളൂ. പെങ്ങള് നല്ല സുന്ദരിയാ. ചേട്ടാ സൂക്ഷിച്ചുണ്ടോ വീട്ടിൽ വിടണേ. ആ ശരി മോനെ. ഇവനെന്ത് പരതുന്ന്? എടാ നീ മെക്കാനിക്കാണോ അതോ വണ്ടി ഉടക്കുന്നവനാണോ? നീ എന്താടാ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? അളിയാ നിക്കടാ, സമാധാനപ്പെട്. എടാ മാറിക്കടാ, ഹാൻഡിൽ കൈ വെച്ചിട്ട് സ്ക്രാച്ച് ഉണ്ടാക്കാൻ വേണ്ടി. അളിയാ നീ കണ്ടോ ഇത്? ഡാ എന്തെങ്കിലും നീ നിന്റെ വണ്ടി ഇതുപോലെ തുടച്ചിട്ടുണ്ടോ? മിണ്ടാണ്ടിരിക്കണം, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് തുടപ്പിക്കും. ഡാ സത്യം പറയടാ, വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? ചേട്ടാ, റിപ്പയർ ഇല്ലാത്ത വണ്ടി പോലെ ഞാൻ റിപ്പയർ ഉണ്ടെന്ന് പറഞ്ഞ് കാശ് വാങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. എന്താടാ ഇവ ഇങ്ങനെ പറഞ്ഞേ? പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് കൊടുത്തു വിടറാ. ഹലോ ഹലോ, ഞാനാ സംസാരിക്കുന്നത്. ഞാനാ ഷൈനി സംസാരിക്കുന്നത്. ആ പറ ഷൈനി. വണ്ടിയില് നീ പറഞ്ഞ പോലെ കുറെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, എല്ലാം നോക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ തന്നെ വന്നെടുത്തോളാം. ഇല്ലില്ല, ഞാൻ കൊണ്ടുവന്ന് തരാം, ഒരു കുഴപ്പമില്ല. അഡ്രസ് പറയല്ലേ നീ? ഓക്കെ, നമ്പർ 18 ചന്ദ്രപുരം 3rd മെയിൻ റോഡ്. ഓക്കെ ഷൈനി, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. ഓക്കെ ഇപ്പൊ വരും. ഓക്കെ, താങ്ക് യു. വന്നോളൂ. അളിയാ നീ എന്ത് സ്കെച്ചാടാ ഇടുന്നേ? പെങ്ങളിപ്പോ നിനക്കാ സ്കെച്ചിട്ടത്. നിന്നെ അവൾ സ്കെച്ചിട്ടല്ലേ? ലവ് മൂഡായല്ലേ? സിംഹ സ്കൂട്ടി ഓടിക്കുന്നു നോക്കി. നിന്നെ കൊണ്ടു പറ്റില്ല, നീയാടാ കറക്റ്റ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. കണ്ടോടാ
ബാല്യകാല സുഹൃത്തിനെ എങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കുന്നത് നോക്കണം. പ്രേമിക്കുന്നവരെ സഹായിക്കുന്നവർക്ക് ഒരു ശില വെക്കുന്നെങ്കിൽ അത് എന്റെ പേരിലായിരിക്കുമടാ. ശിലയൊക്കെ വെക്കാം, കയ്യില് ചില്ലറയുണ്ട? കുശും പിടിച്ചവൻ എന്റെ നോട്ടുണ്ടാ. നോട്ടോ എവന്റെ തല നല്ല ലവ് മൂഡിലാടാ, ശ്രദ്ധിച്ചു പോയിട്ട് വാ. കൊച്ചു ചെറുക്കന്മാരെ പോയി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങടാ, പോടാ. ഓക്കെ അളിയാ. ഇതാ കീ. ഒരുപാട് താങ്ക്സ്. അകത്തേക്ക് വാ, ചായ കുടിച്ചിട്ട് പോവാം. ഇല്ല, കുറച്ച് പണിയുണ്ട്. എന്താ, അടിപിടിക്ക് പോണോ? ഇപ്പോഴും എന്നെ റൗഡിയായിട്ടാണ് കാണുന്നത്. ഇല്ലല്ല, നിന്നെ ഇനി ബുദ്ധനെന്ന് വിചാരിക്കണമായിരിക്കും. ഇല്ലില്ല, നിങ്ങളെ ഞാൻ നന്നായി മനസ്സിലാക്കി. മനസ്സിലാക്കിന്നാ? എങ്ങനെ? അതെങ്ങനെയാ എന്ന് വെച്ചാ? നമസ്കാരം നേതാവേ. നമസ്കാരം. അവൻ ഇവിടെ എത്തിയോ? എന്താടാ നമ്മുടെ ടീച്ചർ വെച്ചോട്ട് അവനെന്താ സംസാരിച്ചോണ്ടിരിക്കുന്നേ? നിർത്ത്. എടാ, നീ ജനിച്ചത് മുതൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്നെ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ഇന്നലെ വന്ന പെണ്ണ് നിന്നെ മൊത്തം മനസ്സിലായത്രേ. ചോദിച്ചാ പ്രേമം പോലും. എന്ത് പ്രേമമാടാ ഇതൊക്കെ. വീടറാളിയാ. ശരി, ഇന്നാ ഇതിനല്ലേ വിളിച്ചേ? പോ. നീ വരുന്നില്ല? എടാ, മഡ്ഗാർഡിലിരുന്ന് മനുഷ്യന് വരാൻ പറ്റില്ലടാ. പോടാ. ഒരു പെണ്ണിനെ കണ്ടറിനെ ഫ്രണ്ട്സിനെ ഒഴിവാക്കുമെന്ന് അറിയാടാ. ഇതൊക്കെ ഞാൻ പണ്ടേ സിനിമകളിൽ കണ്ടതാ. തൂത്തുക്കുടിയിൽ നടുകടലിൽ പോണം. വരുന്നോ? വാടാ, വന്ന് തൊലയാടാ. 3ാമത്തെ സ്ട്രീറ്റിലുണ്ടടാ. പോടാ. പെണ്ണ് സെറ്റായ ഉടനെ പറഞ്ഞങ്ങ് നടക്കും അവൻ. ഡോ ശരവണ പാണ്ഡ്യൻ, പുറത്തേക്ക് വാടോ. വരൂ. എന്താ കാര്യം? എന്താണോ വാവാന്ന്? മകളെ എങ്ങനെയാണോ വളർത്തുന്നേ? പ്രായമായ പെണ്ണിന് അടക്കോതുക്കം വേണ്ടേ? എന്തു പറ്റി? റോഡിൽ അന്യജാതിക്കാരന്റെ ഒരുത്തനോട് പല്ലടിച്ച് സംസാരിച്ചോണ്ടിരിക്കാൻ നിങ്ങളുടെ മോള് ഈ തോന്നിയ ദിവസം കണ്ടു നിൽക്കണോന്നാ? നമ്മുടെ ജാതിയുടെ അഭിമാനം എന്താവും? നിങ്ങൾ വിചാരിക്കുന്ന പോലെ എൻ്റെ മോൾ അത്രക്കാരിയല്ല. ഞാൻ അങ്ങനെയല്ല അവളെ വളർത്തിയത്. എൻ്റെ മോള് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറയാം. ഇനി മേലെ ഇത് ആവർത്തിച്ച ഇതായിരിക്കില്ല പ്രതികരണം. വാടാ. ചേട്ടാ, എന്താ പറ്റേ? മണ്ണാങ്കട്ട മോളെ വളർത്തുന്നു. മോള ഓടിയകത്ത് ഓടി. ഷൈനി, എന്താ അച്ഛാ? അവിടെ എന്ത് ചെയ്യാ? ഇപ്പൊ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഓ, എന്തു ടീച്ചർ? നീ എന്ത് ചെയ്തിട്ട് വന്നിരിക്കുക? സ്കൂളിൽ പോയിട്ട് വരിക എന്നല്ലാതെ കണ്ട ചെക്കന്മാരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചെന്നും പറഞ്ഞ് സമുദായക്കാർ വന്ന് കാർ തുപ്പിട്ട് പോയിരിക്കുക. എല്ലാരും സൽസ്വഭാവം പഠിപ്പിക്കുന്ന ടീച്ചറായ നിന്റെ സ്വഭാവം മോശമാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? ഇനിയും ആ പയ്യൻ ഇവിടെ വന്നു പോയെന്ന് വെച്ചോ, നീ ജോലിക്ക് പോകുന്ന ഞാൻ നിർത്തും. മനസ്സിലായ? എന്താ നിങ്ങൾ ഇങ്ങനെ? അവളെന്തിനാ ഓടി. എന്റെ ബഹുമാനപ്പെട്ട അമ്മാവ പറയും മരുമോനെ. എന്നെ പറ്റി എനിക്ക് തന്നെ ശരിക്കറിയില്ല. ഞാൻ എങ്ങനെയെന്ന് വെച്ചാ, കഴിക്കുന്ന മണ്ണിന്റെ കഷണം ചോദിച്ചാൽ പോലും കഴുത്തിന് പിടിക്കുന്നവനാ. ഞാൻ വെറുതെ വിടുവോ? അമ്മാവാ, നിങ്ങൾ ഫോൺ കട്ട് ചെയ്യാതെ ലൗഡ് സ്പീക്കർ ഓൺ ചെയ്ത് കേക്ക്. ഇനി 5 മിനിറ്റിനുള്ളിൽ അവന്റെ അലർച്ച കേട്ട് അമ്മാവന്റെ ചെവി അടിച്ചു പോകും. ആരാടാ ഇവിടെ ശാരത്? ആരാടാ ശാരത്? നീയാണോ? എടാ ഡാ, എന്താടാ ഈ കളറിൽ പാന്റ് ഇട്ടേക്കുന്നേ? നിനക്കെന്താ പ്രശ്നം? അനിയാ, നീ കൊച്ചുകുട്ടിയാ. പൊരിയുണ്ട കഴിക്കുന്നിടത്തുനിന്ന് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാറില്ല. കുറച്ചു നേരം ആരുടെ ശരത്ത്? ആരുടെ അളിയാ, ഈ പച്ച ഉടുപ്പിട്ട കുഞ്ഞു അവയ്ക്ക് ഒരു ബൺ ബട്ടർ ജാമെങ്കിലും വാങ്ങിക്കൊടുക്ക്. പോടോ. ആരെടുത്ത്? ഞാനെന്താ പിച്ച എടുക്കാൻ വന്നവനാ? പിച്ച് കയറാൻ വന്നവനാ? എന്താ പൊറോട്ടയാണോ? ചാറാവാ നിൽക്കാതെ പോടോ അവിടുന്ന്. നീ ശാരത്തായിരിക്കില്ല. മോനെ കളർ പപ്പടം, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഈ കൊല നിൽക്കുന്ന നീ ആയിരിക്കണം ശാരത്ത്. ഞാൻ ആരെന്നറിയോടാ? സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു പോറല് പോലെ ഏൽപ്പിക്കാതെ ഷേവ് ചെയ്യുന്ന ആളാടാ ഞാൻ. മനസ്സിലായോ? അപ്പൊ ചെറിക്കാൻ പോകുന്നവനാ? ഇതാണ് എന്റെ അടയാളം. ഷേവ് ചെയ്ത ആധാർ കാർഡിൽ അടയാളം അറിയത്തില്ല. പോ. ആരുടെ ആധാറിലാണ് അടയാളത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? ആക്ഷന്റെ ഇടയ്ക്ക് കോമഡി ഉണ്ടാക്കാൻ നോക്കുന്നുടാ നീ. എന്താ പഞ്ച് മിസ്സാവുന്നു? പാവോന്ന് അരുതേ വിട്ട നിന്നെ. എന്താ മുറിവീട് തപ്പുവാണോ? ഞാൻ സിഗരറ്റ് മേടിച്ചു വലിച്ചിട്ട് പൊക്കോ. തൊണ്ടി പിടിയ നിന്നൊക്കെ ഇങ്ങനെ ചെയ്യണോടാ. രക്തം ഇപ്പൊ അറിയാ ഞാൻ ആരാന്ന്. എന്റെ അടുത്ത് ഇത് നിന്റെ രക്തമാടാ. എന്റെ രക്തോ? അയ്യോ, റേർ രക്തമാണല്ലോ. പന്ന് പിതുങ്ങി ജാമ പുറത്തു. പാവം. ഞാനാണ് സാരത്ത്. എന്താ ഏട്ടാ വേണ്ട പറ. എന്ത്? നീയാണോ ശരത്ത്? അതെ ഏട്ടാ. ഇരുന്ന് പറയേട്ടാ.
എന്താ കാര്യം? എന്താ പ്രശ്നം? നീ ആ PT ടീച്ചറുടെ പുറകെ ചുറ്റിയടിച്ച് നടക്കുകയാണല്ലോ. ഉം. അതൊക്കെ നിർത്തിക്കോ. എന്താന്ന് വെച്ചാ ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ് അവൾ. എന്താ പറയട്ടാ എന്താടാ പറയട്ടാ. എടാ മിണ്ടായിരിക്കട്ടെ, ചേട്ടൻ വന്ന് കണ്ടില്ലേ എത്ര വലിയ മനുഷ്യനാ, പച്ച ഷർട്ട് വന്നിരിക്കുന്നത്. ഗ്ലാസ് ചിലപ്പോ പൊട്ടും. ശരി ചേട്ടാ, നിങ്ങൾ പറ. നിങ്ങള് മാപ്പ് പറയണം. ശരി ചേട്ടാ. ശരിയേട്ടാ അല്ല, സോറി ചേട്ടാ. ഓക്കെ. പേടിച്ചെന്ന് തോന്നുന്നല്ലോ. ഒരു മിനിറ്റ്, എന്റെ അടുത്താണോ? ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ബഹുമാനപ്പെട്ട അമ്മ, ഇവന്മാരൊക്കെ കുഞ്ഞു കുട്ടികളാണല്ലോ. എന്റെ ഫോട്ടോ ഇവന്മാർക്ക് ഫോണിൽ അയച്ചു കൊടുത്തെങ്കിൽ ഇവന്മാർ പേടിച്ചിട്ടുണ്ടായനെ. ഇതിനാണോ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ശരി, ഇവന്മാരിപ്പോ മാപ്പ് പറയാൻ പോവാ. ഫോൺ ലൗഡ് സ്പീക്കർ ഇട്ട് കേക്ക്. ഒരു മിനിറ്റ് മരുമോനെ, നിന്റെ അമ്മായിയും ഷൈനിയും കേക്കട്ടെ. ഫോൺ സ്പീക്കറിലിടാം. മാപ്പ് പറയുമ്പോ കണ്ണട പാടില്ലേ? ക്ഷമ അതെ, പറയാനോ? അതെ, അതെ, അതെ. അയ്യോ 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 അയ്യോ, തല്ലില്ലേ തല്ലില്ലേ, അയ്യോ അയ്യോ. മതിടാ. ഓക്കെ അളിയാ. മാപ്പ്. നിന്റെ അമ്മാവനോട് പറ. ഓ, പെണ്ണ് വേണോന്ന് വെച്ചാ അവരുടെ വീട്ടിൽ കയറി പൊക്കിക്കൊണ്ടുവരാൻ 1 മിനിറ്റ് മതിന്ന്. മനസ്സിലായാ? ഞാനിതിനെ പറയുന്നത് നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ, എന്തായാലും കേട്ടല്ലോ. ഇനി മേലാൽ ഈ ഏരിയ നിന്നെ കണ്ടുപോകരുത്. മനസ്സിലായോ? ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ഓട്ടോ കൊണ്ടുവന്ന് പെണ്ണിനെ പൊക്കാൻ. കൂളിംഗ് ഗ്ലാസ് അവിടെ പോയി. ഫോൺ. എന്നാ നിന്റെ അമ്മാവനോട് സംസാരിക്കും. പോ. താങ്ക്സ് താങ്ക്സ്. വിവരം കേട്ട അമ്മാവാ. മോളുടെ പിറകേന്ന് ഒരുത്തൻ നടക്കോന്ന് പറഞ്ഞില്ലേ? റൗഡി എന്ന് പറഞ്ഞായിരുന്നു. അയ്യോ അമ്മാവാ, ബോഡിയിൽ എത്ര എല്ലുണ്ട്, ഹാർട്ട് എവിടെയുണ്ട്, പിത്തസഞ്ചി എവിടെയുണ്ട്, പാൻക്രിയാസ് എവിടെയുണ്ട്, എല്ലാത്തിനെയും അച്ചടിച്ച പോലെ അങ്ങനെ കാണിച്ചു തന്നു. അമ്മ കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത എന്റെ ജ്യൂസ് ഞാനേ ഞൊണ്ടിപ്പോയി. അങ്ങനെ ICU അഡ്മിറ്റ് ആവാം. വാഴയ്ക്ക എടോ, വരുമ്പോ 5 കിലോ മൊസാമ്പിയും 3 കിലോ ആപ്പിളും വാങ്ങിച്ചോണ്ട് വാടോ, എനിക്ക് ജ്യൂസ് അടിച്ചു കുടിക്കാൻ. പിഴിഞ്ഞെടുത്ത് തന്നെ. അയ്യോ അമ്മ, അമ്മച്ചി. ഓ സോറി അമ്മാവാ, ഞാൻ അവരെ കൊണ്ട് സോറി പറയിപ്പിച്ച് സത്യമായിട്ടും. കഥ ഇറക്കല്ലേ അളിയാ. സ്കൂട്ടിയും ബുള്ളറ്റ് ഒരുമിച്ച് കറക്കം തോന്നുന്നു. അങ്ങനൊന്നും ഇല്ല അളിയാ. സത്യമല്ലേ? കുറച്ച് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. അതെ. എന്താ ഷൈനി, ഷോക്കായി പോയില്ല? ഫോണിൽ എന്റെ അച്ഛനോട് പൊക്കിക്കൊണ്ടു പോകുന്നു പറഞ്ഞില്ലേ, ഒന്ന് പൊക്കിയെ കാണട്ടെ പറഞ്ഞു. അതിനിപ്പോ എന്താ പേടിയാണോ? എനിക്കോ പേടിയോ? എന്താ അളിയാ? ഇഷ്ടമില്ലാത്ത എത്ര പേരെ പൊക്കിയിട്ടുണ്ട്. നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടോള് പൊക്കിക്കൊണ്ട് പോളിയാ. അങ്ങനെയാണോ? പിന്നല്ലാതെ. സൂപ്പർ പെങ്ങളെ, ദീർഘസുമംഗലി ഭവ.